അപ്പോൾ ഇന്ന് കിഴി പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മളിത് ഓയിലിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഈ ചിക്കൻ വേവിച്ചെടുത്ത എണ്ണയിലേക്ക് 2 വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നന്നായി വഴന്നു കഴിഞ്ഞാൽ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കീറിയത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതേയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായി വെന്ത് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യണം. രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി ചിക്കനും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത നമ്മുടെ കിഴി പൊറോട്ടക്കുള്ള മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് കിഴിയാക്കണം. അതിനായിട്ട് ഒരു വാട്ടിയ വാഴയിലയിൽ 2 പൊറോട്ട വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മീതെയായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ മിക്സ് വെച്ച് കിഴിയാക്കി കെട്ടിയെടുക്കണം. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് ഈ കിഴി വെച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ മസാല തയ്യാറാക്കിയ പാൻ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പൊറോട്ട കിഴി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.